സപ്പോർട്ട് ചെയ്യാത്തപ്പോൾ നിങ്ങളുടെ ഈ നല്ലൊരു കൈയടി, നിങ്ങളുടെ നാട്ടുകാർക്ക് നല്ലൊരു കൈയടി. കാരണം നിങ്ങളുടെ ഒരു പവറാണ് എനിക്ക് ചെയ്യാനായിട്ട് പറ്റുന്നത്. ഞാൻ ചെയ്യുന്ന ഓരോ കാര്യങ്ങളും നിങ്ങൾ ഒരു കാരണവശാലും മുതിർന്നവരാണേലും കുട്ടികളാണേലും അനുകരിക്കാനായിട്ട് ശ്രമിക്കരുത്. ഞാൻ വളരെയധികം നാളത്തെ പ്രാക്ടീസും അതുപോലെ തന്നെ ദൈവം തന്ന ശരീരം കാത്തു സൂക്ഷിക്കണമെന്നുള്ള ഒരു സന്ദേശം യുവാക്കളിലേക്ക് എത്തിക്കാൻ, അല്ലെ മുതിർന്നവരിലേക്ക് എത്തിക്കാൻ വേണ്ടിയാണ് ഞാൻ വെറും ഒരു തല്ലിപ്പൊട്ടിയിലായിട്ടല്ല നിങ്ങളുടെ മുമ്പിൽ വന്നിരിക്കുന്നത്. നമ്മളെ സ്നേഹിക്കുക, നമ്മളെന്ന വ്യക്തിയെ ഫസ്റ്റ് നമ്മൾ സ്നേഹിക്കുക, നമ്മുടെ ശരീരം സ്നേഹിക്കുക, അതോടൊപ്പം തന്നെ മറ്റുള്ളവർക്ക് സ്നേഹം പങ്കുവെക്കുക. നമ്മളെ സ്നേഹിക്കുന്നവർക്ക് സ്നേഹം പങ്കുവെക്കാനായിട്ട് പറ്റുമോ? അതുകൊണ്ട് വളരെ ഹാപ്പി ആയിട്ട് നമ്മളിരിക്കാൻ, നമ്മളെ സ്നേഹിക്കുക എന്നുള്ള വലിയ സന്ദേശം കൊടുക്കുന്നുണ്ട്. ആദ്യത്തെ പ്രോഗ്രാം ഞാൻ നിങ്ങളുടെ മുമ്പിലേക്ക് അവതരിപ്പിക്കുകയാണ്. നിങ്ങൾക്ക് യൂട്യൂബിലൊക്കെ നോക്കിക്കഴിഞ്ഞാൽ കാണാം. ഒരു ഫാന്, മെറ്റൽ ലീഫുള്ള ഫാനാണ്, 2000 RPM കറങ്ങുന്ന ഫാനാണ്. അത് നിങ്ങൾക്കറിയാം, ഇതിൻ്റെ ഇടയിൽ കൈവിരൽ പോയി കഴിഞ്ഞാൽ കൈവിരൽ അറ്റ് പോകും. അതിൽ ഒരു ഫാൻ മ്യൂസിക് ആക്കുന്ന ഒരു വേൾഡിന് ഒരാളുണ്ടെങ്കിൽ അത് ഞാൻ മാത്രമാണ്. അതിൻ്റെ ഒരു ഭാഗം നിങ്ങളെ കാണിക്കാനായിട്ട് പോകാം. നല്ലൊരു കയ്യടി ഉണ്ടാവണം. വീണ്ടും ഒന്നുകൂടി ഉറപ്പിക്കുകയാണ്, ആരും അനുകരിക്കാനായിട്ട് ശ്രമിക്കരുത്. അമേരിക്കക്കാരൻ്റെ പേരിടുന്ന റെക്കോർഡ് കേരളത്തിലേക്ക് കൊണ്ടുവരാനായിട്ട് കഴിഞ്ഞൊരു ഐറ്റമാണ്. 1600 മേളിൽ RPM കറങ്ങുന്നൊരു ഫാനാണ്. നമ്മൾ വീട്ടിലൊക്കെ സാധാരണ യൂസ് ചെയ്യുന്ന ഫാനാണ്. അത് അദ്ദേഹം അമേരിക്കക്കാരനായിട്ടുള്ള വ്യക്തി, ഇതിലും പവർ കുറഞ്ഞ ഫാന് കണ്ടുകൊണ്ട് ചെയ്തപ്പോൾ ഞാനത് ബ്രേക്ക് ചെയ്യാനായിട്ട് കണ്ണ് മൂടി കെട്ടിയിട്ട് നാവുകൊണ്ട് സ്റ്റോപ്പ് ചെയ്താണ് റെക്കോർഡ് ഇവിടെ കൊണ്ടുവന്നത്. എന്നിട്ട് പാട്ട് നിങ്ങളെ കാണിക്കാനായിട്ട് പോകണം. അപകടം നിറഞ്ഞാണ്, ഞാനൊന്നുകൂടെ ഓർപ്പിക്കുകയാണ്. നമ്മുടെ ടൈമിങ്, കോൺസെൻട്രേഷൻ പവർ ഉണ്ടെങ്കിൽ നമുക്ക് പല കാര്യങ്ങളും ചെയ്യാൻ പറ്റും. നമുക്ക് ട്രെയിനിങ് ഉണ്ടെങ്കിൽ ടൈമിങ്, കോൺസെൻട്രേഷൻ പവറുമാണ് നമ്മുടെ ഒന്നാമതായിട്ട് നമുക്ക് സ്റ്റോപ്പ് ചെയ്യാനായിട്ട് കഴിയുന്നത്.
കുറേ നാളത്തെ പ്രാക്ടീസിന് ശേഷം നമുക്ക് സാധിക്കുള്ളൂ. അതുകൊണ്ട് തന്നെ മുതിർന്നവരാണെങ്കിലും കുട്ടികളാണെങ്കിലും ഇത് അനുകരിക്കാനായിട്ട് ശ്രമിക്കുന്ന ഒരു ഉറപ്പിക്കുകയാണ്. നിങ്ങളുടെ നല്ല കയ്യടിയും സപ്പോർട്ടും ഉണ്ടാവണം. ആരെങ്കിലും ഒരു മുതിർന്ന ഒരാൾ എൻ്റെ കണ്ണൊന്ന് കെട്ടാനായിട്ട് കടന്നു വരാവുന്നതാണ്, വേദിയിൽ നിന്ന് കടന്നു വരാവുന്നതാണ്. നമ്മുടെ വാർഡിൻ്റെ കൗൺസിലറാണ് കേട്ടോ, ജോജി ചേട്ടനാണ് കടന്നു വന്നിരിക്കുന്നത്. ചേച്ചി നല്ലൊരു കൈയടി കൊടുക്കാം. ജോജി ചേട്ടനെ ഞാൻ കണ്ണ് കെട്ടാനായിട്ട് എൻ്റെ കണ്ണൊന്ന് കെട്ടി തന്നാൽ മതി. കാണാൻ നോക്കി, തുണി കാണാൻ നോക്കിയിട്ട് കെട്ടി തന്നാൽ മതി. ഞാൻ 100-ലധികം വെറൈറ്റി ബ്രേക്കിങ്ങുകൾ ചെയ്യണം. സാധാരണ മാർഷൽ ആർട്സുകാർ ചെയ്യാത്ത വെറൈറ്റി ബ്രേക്കിങ്ങുകളാണ് ചെയ്യുന്നത്. ഞാനൊരു ബ്രേക്കിംഗ് കൂടെ നിങ്ങളെ കാണിക്കാം. ഞാൻ ഈ ബ്രേക്കിംഗ് കഴിഞ്ഞ് ഇനിയും പുതിയ പുതിയ പ്രോഗ്രാമായിട്ടുണ്ട്. അതിൻ്റെ പ്രോഗ്രാം കണ്ടിട്ട് നിങ്ങൾ എല്ലാവരും പോകണം. നല്ല കയ്യടിയും സപ്പോർട്ടും ഉണ്ടാവണം. അതുകൊണ്ട് ബ്രേക്കിംഗ് എല്ലാം ചെയ്യും. നമ്മുടെ ഒരു ബ്രീത്തിങ് കപ്പാസിറ്റി നമുക്ക് എങ്ങനെ യൂസ് ചെയ്യാം, നമുക്ക് നമ്മുടെ ശരീരത്തിൻ്റെ ഏറ്റവും വലിയ പവർ കൊടുക്കാൻ പറ്റുന്ന നമുക്ക് ലങ് കപ്പാസിറ്റി നമുക്ക് ഉണ്ടാക്കുക എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ ലങ്സിന് ഹാനികരമായിട്ട് വരുന്ന കാര്യങ്ങൾ ചെയ്യാതിരിക്കും. പുകവലി ആണെങ്കിലും പൊല്യൂഷൻ ആണെങ്കിലും നിങ്ങൾ മാസ്ക് യൂസ് ചെയ്ത് മാത്രമേ ചെയ്യാവുള്ളൂ. അതുപോലെ തന്നെ നല്ല ബ്രീത്തിങ് എക്സസൈസ് നിങ്ങൾ ചെയ്യാനായിട്ട് ശ്രമിക്കുക എന്നുള്ളൊരു സന്ദേശം തരികയാണ്. അതുകൊണ്ട് നമുക്ക് ഒരുപാട് എനർജി പവർഫുൾ ആക്കാൻ, നമ്മുടെ ബോഡി പവർഫുൾ ആക്കാനൊക്കെ നമ്മുടെ ബ്രീത്തിന് എത്രത്തോളം നമ്മുടെ ലങ്ങിനെ പവർഫുൾ ആക്കുന്നു അതനുസരിച്ച് നമുക്ക് പവർ കൂട്ടാനായിട്ട് പറ്റും. നമുക്കറിയാം എല്ലാ സ്പോർട്സ് ഇനങ്ങളും മരുന്നിൻ്റെ പിടിയിലേക്ക് പോവാം. ബോഡി ബിൽഡിംഗ് ആണെങ്കിലും വെയ്റ്റ് ട്രെയിനിങ് ആണെങ്കിലും അത്ലറ്റിക്സ് ആണെങ്കിലും എല്ലാം മരുന്നില്ലാതൊരു ഇതില്ല, ഒരു ഗെയിമില്ല. അതിൽ നിന്നൊക്കെ വ്യത്യസ്തമായിട്ട് ഒരു മരുന്നില്ലെങ്കിലും ചൈനക്കാരെക്കായി നന്നായിട്ട് നമുക്കും നമ്മുടെ കേരളത്തിലുള്ള ആൾക്കാർക്കും പല കാര്യങ്ങളും ചെയ്യാൻ പറ്റും എന്നുള്ളത് നിങ്ങളുടെ മുമ്പിൽ കാണിക്കാനായിട്ട് പോവാണ്. നമ്മൾ ആരും ശ്രമിക്കാനായിട്ട്, ഞാനൊരു സൂപ്പർ ഹീറോ ഒന്നുമല്ല. ഞാൻ ബോഡി കെയർ ചെയ്ത് ഏതാണ്ട് 20 വർഷമായിട്ട് ഹോസ്പിറ്റലിൽ പോകാൻ ദൈവം അനുവദിച്ചിട്ടില്ല. നമ്മുടെ ജീവിത ശൈലിയാണ് നമ്മുടെ ഹെൽത്ത് ഡെവലപ്പ് ചെയ്യുന്നത്. അതുകൊണ്ട് എല്ലാവരും നമ്മുടെ ജീവിത ശൈലി നമ്മളെപ്പോഴും ഹാപ്പി ആയിട്ടിരിക്കുക. ഞാനീ പറഞ്ഞ പോലെ നമ്മളെ സ്നേഹിക്കുക, മറ്റുള്ളവർക്ക് സ്നേഹം കൊടുക്കുക എന്നുള്ളത് വളരെ വലിയ ഒരു കാര്യമാണ്. അതും ശ്രദ്ധിക്കുക. ഇപ്പോൾ ബ്രേക്കിങ്ങിലേക്ക് പോകാം. ഞാൻ ഈ കൊണ്ടുവന്നിരിക്കുന്ന നമുക്ക് മോൾനിലയൊക്കെ പണിയുന്ന ISI മാർക്കുള്ള കട്ടയാണ്. നമുക്കിവിടെ അടുത്ത് നിൽക്കുന്ന ചേട്ടന്മാർക്ക് കാണാൻ അറിയത്തില്ല. അത് ബ്രേക്ക് ചെയ്യാനായിട്ട് ശ്രമിക്കുകയാണ്. ഇവിടെ എല്ലാവരും സപ്പോർട്ടും കൈയടി ഉണ്ടാവും.
നമുക്കറിയാം. അതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ നാട്ടിൽ കയ്യിൽ ഹാമർ എഴുതിയ മനുഷ്യൻ എന്നറിയപ്പെടുന്ന ആളാണ്. റെഡ് വെൽറ്റുകാരനാണ്. അതുകൊണ്ട് തന്നെ തെങ്ങും തേങ്ങായും ഇല്ലാത്ത സ്ഥലത്ത് അദ്ദേഹം ആ ഗിന്നസ് റെക്കോർഡ് കൊണ്ടുപോയി വെക്കേണ്ട, കേരവൃക്ഷങ്ങളുടെ നാടായ കേരളത്തിൽ ആ റെക്കോർഡ് കൊണ്ടുവരണം എന്നുള്ളൊരു വാശി. 6 മാസക്കാലം കഠിന പ്രാക്ടീസ് ചെയ്തതിന് ശേഷം അദ്ദേഹം 1 മിനിറ്റിൽ 60 കോക്കനട്ട് ബ്രേക്ക് ചെയ്തെങ്കിൽ ഞാൻ 47 സെക്കൻഡിൽ 146 നാളികൻ മറികടന്ന് ഇന്ന് ഗിന്നസ് വേൾഡ് റെക്കോർഡിലെ എല്ലാ ഒഫീഷ്യൽ സൈറ്റിലും ലോകത്തെ ഏറ്റവും കൂടുതൽ ആൾക്കാർ കണ്ട ഗിന്നസ് റെക്കോർഡ് വീഡിയോ എൻ്റെ പേരിലാണ്. അതുപോലെ തന്നെ 15ഓളം വേൾഡ് റെക്കോർഡ് ഞാൻ നിങ്ങളോട് പറഞ്ഞു. മാർഷൽ ആർട്സുകാർ ആരും ചെയ്യാത്ത ചില വെറൈറ്റി ബ്രേക്കിങ്ങുകളാണ് ചെയ്യുന്നത്. ഞാൻ ഇന്ന് നിങ്ങളുടെ മുമ്പിൽ കാണിക്കാനായിട്ട് ഫസ്റ്റ് ബ്രേക്കിംഗ് കാണിക്കാനായിട്ട് പോകുന്നത് കുറച്ചുകൂടി ടഫാണ്. ഗിന്നസ് റെക്കോർഡിൻ്റെ സൈറ്റിൽ എനിക്ക് ചെയ്യാനായിട്ട് വന്ന് കിടക്കുന്ന ഒരു ഐറ്റത്തിൻ്റെ പാർട്ടാണ്. കുറച്ച് റിസ്ക് പിടിച്ച ഒരു ബ്രേക്കിംഗ്. ഇന്ന് വേൾഡിൽ തന്നെ ബ്രൂസ്ലി പോലും ചെയ്തിട്ടില്ലാത്ത ഒരു ബ്രേക്കിംഗ് നിങ്ങളുടെ മുമ്പിൽ ഞാൻ അവതരിപ്പിക്കാനായിട്ട് പോവാണ്. ഇന്ന് ഗവൺമെൻറ്റോ മറ്റാൾക്കാരോ ഒന്നും സപ്പോർട്ടില്ലാത്തപ്പോൾ നിങ്ങളുടെ ഈ നിറഞ്ഞ കയ്യടിയും മാത്രമാണ് എനിക്ക് പ്രയോജനം. ഇന്ന് ജർമ്മൻ സ്വദേശിയെ എന്ന് പറയുന്ന മുഹമ്മദ് ഖുർമാനി അദ്ദേഹത്തിൻ്റെ രാജ്യം ദത്തെടുത്തിരിക്കുന്ന, പക്ഷെ എനിക്ക് നിങ്ങൾ മാത്രമേ ഉള്ളൂ, നിങ്ങളുടെ ഈ കയ്യടി മാത്രമേ ഉള്ളൂ. അവിടെ നല്ല കയ്യടിയും സപ്പോർട്ടും തരണം. എൻ്റെ ബ്രേക്കിങ് എന്ന് പറയുന്നത് ഞാൻ നിങ്ങളുടെ മുമ്പിൽ കാണിക്കാം. കോക്കനട്ടും ഞാനൊരു മുട്ടയും കൊണ്ടുവന്നിട്ടുണ്ട്. എൻ്റെ മുട്ട കയ്യിൽ ഹോൾഡ് ചെയ്തിട്ട് മുട്ട പൊട്ടാതെ കോക്കനട്ട് ബ്രേക്ക് ചെയ്യാനായിട്ടുള്ളൊരു ശ്രമമാണ്. അതാണ് എനിക്ക് അടുത്ത ഗിന്നസ് റെക്കോർഡ് ചെയ്യാനായിട്ട് വന്ന് കിടക്കുന്നത്. അത് നല്ല ഒരു സപ്പോർട്ടും നല്ലൊരു കയ്യടി ഉണ്ടാകും കേട്ടോ. ഞാൻ നിങ്ങളുടെ അടുത്ത് വരാം. ഞാൻ കോക്കനട്ട് ഒറിജിനൽ ആണോ നിങ്ങൾക്ക് നോക്കാം. മുട്ട ഒറിജിനൽ ആണോ, എനിക്ക് പൊട്ടിച്ച് കളയരുത് മാത്രമേ ഉള്ളൂ. ഞാൻ കൊണ്ടുവരാം.
ഞാൻ ചെയ്യുന്നുണ്ട് അതിനകത്ത്. ഇന്ന് നിലവിൽ ഒരുപാട് അപകടം പിടിച്ച ഒരു ബ്രേക്കിംഗ് ആണ് ഹെൽമെറ്റ് ബ്രേക്ക് ചെയ്യുക എന്നുള്ളത്. നമുക്ക് ശ്രമിക്കാനായിട്ട് പറ്റുള്ളൂ. ചിലപ്പം ബ്രേക്ക് ആവും, നമുക്ക് ഏത് കമ്പനി എങ്ങനെ ബ്രേക്ക് ആവും എന്നും അറിയത്തില്ല. അത് ബ്രേക്ക് ചെയ്യാനായിട്ട് പോകുമ്പോൾ നിങ്ങൾ ഒരു കാരണവശാലും ഒരു റോങ് മെസ്സേജ് ആയിട്ട് ആരും എടുക്കരുത്. എല്ലാവരും ഹെൽമെറ്റ് വെച്ച് മാത്രമേ യാത്ര ചെയ്യാവുള്ളൂ. ഞാനിത് വൈൻഡ് ചെയ്തെന്ന് വെച്ചാൽ ഒരു ബോക്സിംഗ് ഡ്രൈവൺ ഇട്ടിട്ട് വൈൻഡ് ചെയ്തിട്ടാണ് കൈ. കാരണം ഏത് ഹെൽമെറ്റ് ആണെങ്കിലും അതിൻ്റെ ഉള്ളിലൂടെ കൈ കടന്നു പോകുമ്പോൾ കൈക്ക് ആഴമായിട്ടുള്ള മുറിവ് ദശ വരെ പറഞ്ഞു പോകാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് 100 കിലോയിലുള്ള അതിൽ ഫാസ്റ്റായിട്ടുള്ള ഇടി വന്നു കഴിഞ്ഞാൽ അത് ബ്രേക്ക് ആക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ഞാൻ ISAമാർക്കുള്ള ഒരു ഹെൽമെറ്റ് നിങ്ങളുടെ മുമ്പിൽ ബ്രേക്ക് ചെയ്യാനായിട്ട് പോവാണ്. നിറഞ്ഞ കൈയുടെയും സപ്പോർട്ടും ഉണ്ടാവണം. താങ്ക് യു. ഞാൻ അടുത്തൊരു പ്രോഗ്രാമായിട്ട് ഇപ്പോൾ ഉടൻ തന്നെ വരുന്നതായിരിക്കും. ആരും പോകരുത്. നല്ല കൈയുടെയും സപ്പോർട്ടും ഉണ്ടാവണം. താങ്ക് യു. ഒരു കൈയുടെയും സപ്പോർട്ട് തരണം. എനിക്ക് ഒരു വേൾഡ് റെക്കോർഡ് ഐറ്റം നാട്ടിൽ കൊണ്ടുവരാൻ പറ്റിയതാണ്. നമ്മുടെ കരിക്ക്, അത് ടെൻഡർ കോക്കനട്ട് ശരീരത്തിൻ്റെ വിവിധ ഭാഗങ്ങൾ കൊണ്ട് ബ്രേക്ക് ചെയ്ത് റെക്കോർഡ് എൻ്റെ പേരിലാണ്. ഇത് നിങ്ങൾക്കറിയാം, ഞാൻ വരുന്ന വഴിക്ക് മേടിച്ചുകൊണ്ട് വന്നതാണ്. വാടിയ കരിക്കാണ്. അതുകൊണ്ട് ബ്രേക്ക് ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ട്. അതുകൊണ്ട് നല്ല കൈയുടെയും സപ്പോർട്ടും നിങ്ങളുടെ ഭാഗത്തുനിന്ന് ഉണ്ടാവണം കേട്ടോ.
करेंगे नहीं मछुआरे। ഞാൻ നിങ്ങളുടെ കയ്യടിയും സപ്പോർട്ടിന് ഒരുപാട് നന്ദി. അതുപോലെ ഞാൻ വീണ്ടും ഒരിക്കൽ കൂടി ഓർമ്മിപ്പിക്കുകയാണ്, നമ്മൾ ഓരോരുത്തരും നമ്മളെ സ്നേഹിക്കുക, മറ്റുള്ളവർക്ക് സ്നേഹം കൊടുക്കുക. ഞാൻ വെറും ഒരു തല്ലിപ്പൊട്ടിനായിട്ടല്ല നിങ്ങളുടെ മുമ്പിൽ ഇന്ന് ഈ ചാലക്കുടിയിൽ കാഞ്ഞിരപ്പള്ളി എന്ന് പറയുന്ന സ്ഥലത്തുനിന്ന് ഇവിടെ വന്നു നിന്ന് ഈ പ്രോഗ്രാം ചെയ്ത് നല്ലൊരു സന്ദേശം ഇന്ന് ഈ പെരുന്നാളിനോടനുബന്ധിച്ച് മർച്ചന്റ് അസോസിയേഷൻ ഓഫ് യൂത്ത് വിങ്ങുകൂടെ നടത്തുന്ന ഈ പരിപാടിയിൽ ഇതിൻ്റെ എല്ലാ സംഘാടകർക്കും ഹൃദയമായ നന്ദിയും സ്നേഹവും എൻ്റെ ഭാഗത്തുനിന്ന് നൽകുകയാണ്. അതുപോലെ തന്നെ ഒരിക്കൽ കൂടി ദൈവം തന്ന ശരീരം കാത്തു സൂക്ഷിക്കണം എന്നുള്ളൊരു വലിയ സന്ദേശം. നാച്ചുറലായിട്ട് ബോഡി കെയർ ചെയ്യുക. ഇന്ന് എല്ലാ സ്പോർട്സ് രംഗവും മരുന്നിൻ്റെ പിടിയിലേക്ക് പോകുമ്പോഴും നിങ്ങളെ ഓരോ വ്യക്തിയും അവനവൻ്റെ ശരീരം അവനവനെ സ്നേഹിക്കുക, മറ്റുള്ളവർക്ക് സ്നേഹം കൊടുക്കുക എന്നുള്ളൊരു സന്ദേശം ഒരിക്കൽ കൂടി പറഞ്ഞുകൊണ്ട് ഞാൻ വൈൻഡപ്പ് ചെയ്യുന്നു. താങ്ക് യു.